ഹലോ ഗെയിമേഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സായി. ഞാൻ ഏകദേശം ഒരു 10 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സായി. പിന്നെ ഇതിന് മുന്നേ ഇതിലുള്ള മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 1 അതിന് നല്ല സപ്പോർട്ട് ഇട്ടായിരുന്നു. കാരണം അതിന് തന്നെ 100ലേറെ കമൻസും 100ലേറെ സബ്സ്ക്രൈബേഴ്സും കിട്ടി. അപ്പോൾ ഗസ് വാട്ട്, അപ്പോൾ അതിന് എന്ത് കാര്യം ചെയ്യണേ, മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 2 നമുക്ക് ഈ എപ്പിസോഡിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് മൈനിങ് ഏരിയ ഉണ്ടാക്കണം. അങ്ങോട്ട് അതിന് അയണും ഡയമണ്ടും എടുക്കണം. എന്നിട്ട് നമുക്ക് പില്ലേജർ ഔട്ട് പോസ്റ്റിന് അറ്റാക്ക് ചെയ്യുമ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പോലും ഉണ്ടായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമൻസ് അതിനൊക്കെ നമുക്ക് റിപ്ലൈ കൊടുക്കണം. ഓക്കെ ദെൻ ലെറ്റ്സ് ഗോ മാൻ. ഓക്കെ നമ്മൾ സ്പോൺ ആയിട്ട് കേട്ടോ. പിന്നെ ഈ വീട് എങ്ങനെ, ഇതെന്താ ഫസ്റ്റിൻ്റെ എൻ്റർമാൻ ഇവിടെ ഒന്ന് നോക്കി വരും, പോടാ വീട്ടിൽ പോടാ. ഈ വീട് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ആർക്കും അറിയണമെന്നുണ്ടെങ്കിൽ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 1 കാണണം. അതിൽ ഞാൻ ഈ വീട് എങ്ങനെ ഉണ്ടാക്കാമെന്നില്ല ഫുൾ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഇതിന് മേലായിട്ട് ഇങ്ങനെ ഒരു ബാൽക്കണി പോലെ ഒരു സംഭവമുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു മറ്റേ ചെസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കണം, അങ്ങോട്ട് അവിടെ വെക്കണം. പിന്നെ ഇവിടുന്ന് ഒരു കുറച്ച് സ്റ്റേഴ്സ് ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്, മേലൊക്കെ പെട്ടെന്ന് ഈസി കയറി പോകാം. പിന്നെ കുറച്ച് ലാൻഡുകളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് ഗ്ലാസ് സംഭവങ്ങളൊക്കെ അല്ലേ. ഓക്കെ ആൻഡ് ഈ എപ്പിസോഡിൽ നമുക്ക് അയണും ഡയമണ്ടൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് മൈനിങ് ഏരിയ ഉണ്ടാക്കണം, എന്നിട്ട് പില്ലേജർ ഔട്ട് പോസ്റ്റിന് അറ്റാക്ക് ചെയ്യണം. അപ്പോൾ അതിന് ആദ്യം ഫുഡ് ആവശ്യമാണ്. ഐ മീൻ ഇവിടെ തന്നെ ഓൾറെഡി ഇതുണ്ട്, ബ്രെഡ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളുണ്ട്, വീറ്റ് ഉണ്ട്. പക്ഷേ വീറ്റ് അത്യാവശ്യമില്ല, കുറച്ചേ ഉള്ളൂ. നമുക്ക് നോക്കാം എന്തായാലും ഇത് വെച്ച് എത്ര ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് നോക്കാം. കാരണം നമുക്ക് ഫുഡ് അത്യാവശ്യമാണ്. ഓക്കെ ഒരു കമൻറ്റ് കേട്ടോ, സെർവർ മേക്ക് ചെയ്യുമോ? ഓക്കെ ഞാൻ സെർവർ മേക്ക് ചെയ്യാം. ഞാൻ ഡിവൈസ് എടുത്തതിന് ശേഷം ഞാൻ സെർവർ മേക്ക് ചെയ്യാം. ഇത് വെച്ചാണ്ട് നമുക്ക് എത്ര ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും? എത്ര 5 ഉള്ളൂടാ. ഇത് വെച്ച് നമുക്ക് ആകെ 1-2 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നോക്കട്ടെ കേട്ടോ എത്ര ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും നോക്കട്ടെ കേട്ടോ. ബ്രെഡ് സെർച്ച് ചെയ്യണം. ബ്രെഡ് ആകെ ഒരൊറ്റ ബ്രെഡോ? അതാ നമുക്ക് ഫുഡ് ഇപ്പോൾ തന്നെ ശരിയായില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇനി അന്വേഷിച്ച് നോക്കാം. ജസ്റ്റ് ഇനിയിപ്പോൾ ഫുഡിന് എനിക്ക് ഇതാ അവിടെ ഹേബയിൽ. ഈ ഹേബയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഫുഡ് വെച്ചാൽ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളും ജസ്റ്റ് എടുത്ത് വരാം കേട്ടോ. ഈ ഹേബയിൽ തന്നെ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ബ്രെഡ് ഉണ്ടാക്കിക്കൂടെ? ഇതാ അവിടെ നമുക്ക് എടുക്കാം. ഇവിടെ നമ്മളെ ഇത് വെച്ച് നമുക്ക് അത്യാവശ്യം ഉണ്ടായിക്കൂടെ? ഇവിടെ അത്യാവശ്യം ഏറുണ്ടല്ലോ. ഒരു 10-12 ബ്രെഡ് ആയാൽ തന്നെ ഏകദേശം ഓക്കെയാണ്. കാരണം എൻ്റെ ഇത് മറ്റേ ചെസ്റ്റിൽ കുറച്ച് സ്വീറ്റ് ബെറീസ് ഉണ്ട്. ഓക്കെ ഇവിടെ ബ്രെഡ് എന്ന് സെർച്ച് ചെയ്തോ കേട്ടോ. ഓക്കെ 45 ബ്രെഡ് വിച്ച് ഇസ് ഇനഫ്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് സ്വീറ്റ് ബെറീസും പാടെ എടുക്കാം. അപ്പോൾ തന്നെ നമ്മളെ ഫുഡ് ഏകദേശം ഓക്കെ ആയി. 42, 43, 44, 45, 46, 47, 48, 49, 40, 42, 46 ബ്രെഡ് ഓക്കെ. അപ്പോൾ ഈ കാര്യം ഓക്കെ. ഇനി നമുക്ക് മൈനിങ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പോകാം. ഓക്കെ എന്തായാലും ലെക്കുണ്ട്. ഈ സീഡ് നല്ലതാ. എൻ്റെ സീഡ് എല്ലാവർക്കും അറിയാലോ, -3940. ഇനി നമുക്ക് മൈനിങ് ഏരിയ ഉണ്ടാക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് മൈനിങ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് പ്രിപ്പയർ ആവാണ്ട്. നമുക്ക് വേണ്ടത് അയണും ഡയമണ്ടും ആണ്. നമ്മുടെ ഫുൾ ബോഡി അയണാക്കാം. നമുക്ക് 24 അയൺ വേണം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 14 പക്ഷേ ഇനി നമുക്ക് ഈ 14 വെച്ചാണ്ട് 14 നമ്മളെ കയ്യിലില്ല. നമുക്ക് കുറച്ച് അയണിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കണം. കാരണം എന്താ വെച്ചാൽ അയണിൻ്റെ പിക്കാക്സിനൊക്കെ വെച്ചാൽ ഡയമണ്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അയണിൻ്റെ പിക്കാക്സ് തന്നെ വേണം. സ്റ്റോണിൻ്റെ പിക്കാക്സ് കൊണ്ട് അയൺ എടുക്കാൻ പറ്റില്ല. ഞാൻ പണ്ടതിന് കുറേ അടുത്ത് എത്രങ്ങാനും പൊട്ടനെയാണ് എത്രങ്ങാനും ഡയമണ്ടിനെ കളഞ്ഞു തരുമോ? ഓക്കെ 1, 2, 3 മതി. ഓക്കെ 3 മതി. ഇപ്പം നമ്മുടെ കയ്യിൽ ആപ്പാടെ 2 അയണേ ഉള്ളൂ. ഇനി 22 അയൺ നമുക്ക് മൈൻ ചെയ്തെടുക്കണം. 6 ഡയമണ്ടും വേണം. ഓക്കെ ഇനി നമുക്ക് ആദ്യം മൈനിങ് ഏരിയ ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് അത് നമ്മളെ ഡയമണ്ട് പിക്കാക്സ് ഒക്കെ നമുക്ക് അങ്ങനെ എടുത്ത് കേട്ടോ. ഓക്കെ 2 ഡയമണ്ട് പിക്കാക്സ്, ആക്സും ഷവലും ഇൻവെൻറ്ററി ഒക്കെ സെറ്റ് ആയിട്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ഷീൽഡും പാടെ ചെയ്യാം. കാരണം വെച്ചാൽ നമ്മളെങ്ങനെ വല്ല ട്രെഞ്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പോയി വീണാൽ മൈൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പോയി വീണാൽ അപ്പോൾ എടുക്കാണ്ട്. ഓക്കെ ഇപ്പോൾ ഫുഡായി എല്ലായി. ഇനി നമുക്ക് ടോർച്ച് ആവശ്യമാണ്. ടോർച്ച് കോൾ ഇതാ നമ്മളെ ചെസ്റ്റിലോട് ഉണ്ട്. ഈ കോളും കാര്യങ്ങളും ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പിസോഡ് 1 ഉണ്ടാതി. ഈ ചെസ്റ്റിലെ സാധനങ്ങളൊക്കെ ഞാൻ എങ്ങനെ എടുത്തുന്നില്ലെങ്കിൽ കാണാൻ പറ്റും. ഓക്കെ കോളായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ടോർച്ച് ആക്കാം. കാരണം മൈൻ ചെയ്യുന്ന സമയത്ത് ടോർച്ച് ആവശ്യമാണ്. അല്ലെങ്കിൽ മൈൻ ചെയ്യാൻ ഇരുട്ടത്ത് വെച്ച് ആരെ മൈൻ ചെയ്യാൻ. ഓക്കെ 44 അതെൻ്റെ കണക്ക് 48. ഓക്കെ എത്തുന്നത്. ഇനി നമുക്ക് ഇൻവെൻട്രിയിൽ ഇവിടെ ഇത് വെക്കാം. ഫുഡ് ആവശ്യമാണ്, ടോർച്ച് ആവശ്യമാണ്, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇതൊക്കെ. ഇനി നമുക്ക് ബാക്കിയുള്ള ഫുഡ് നമുക്ക് ചെസ്റ്റിലാക്കാം കേട്ടോ. വീറ്റ് പിന്നെ ഫ്ലിന്റ് ആൻഡ് സ്റ്റീലൊക്കെ നമുക്ക് ആവശ്യം വരും. എന്താ ഞാൻ എപ്പോഴാണ് ആവശ്യം വരുന്നത് എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് മൈനിങ് ഏരിയ ഉണ്ടാക്കണം. അതിന് നമുക്ക് ഏത് സ്ഥലത്താണ് പോയി മൈനിങ് ഏരിയ എടുക്കാം. പിന്നെ ആദ്യമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം,
നമ്മളിപ്പോൾ ഇനി ഒരു മൈനിങ് ഏരിയ തുടങ്ങി കഴിഞ്ഞാൽ അത് ഈ കാര്യം നമ്മളെ പെർമനൻ്റ് ആയിട്ടുള്ള മൈനിങ് ഏരിയ. അതായത് ഈ ഒരു വേൾഡിൽ പിന്നെ നമ്മൾ അവിടെ തന്നെ ഈ കാര്യം എപ്പോഴും മൈൻ ചെയ്യാം. നമുക്ക് ഈ ഒരു 2 വുഡിൻ്റെ ഇടയിലായിട്ട് മൈൻ ചെയ്യാം. നമുക്ക് കുറച്ച് സോയിൽ എടുത്താണ്ട് ഇവിടെ ചെറിയൊരു ഒരു എൻ്റർ ഒരു സെറ്റപ്പ് എടുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഞാനല്ല അങ്ങനെയല്ല ഒരു ബ്ലോക്ക് മടങ്ങിട്ട്. ഓക്കെ, ഇങ്ങനെ ഇനി ഇതിൻ്റെ മേലക്കൂടെ ഇങ്ങനെ വെച്ചാണ്ട് ഇനി 2 ഡോറും പാടെ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മളെ മൈനിങ് ഏരിയക്കുള്ള എൻട്രി. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ മൈൻ ചെയ്ത് ഇങ്ങനെ പോവാം. 3 സ്റ്റെപ്പ് ഇട്ടാണ്ട്. ഓക്കെ, ഒരു ഡോർ പാടക്കാം. കാരണം അല്ലേ നമ്മൾ മൈൻ ചെയ്യുന്ന സമയത്ത് വല്ല ക്രീപ്പറോ വല്ല മൊബൈലിൻ്റെ ഉള്ളിൽ കൊണ്ടുണ്ടെങ്കിൽ ഫുൾ ബേഡാ. ഓക്കെ, ഇനി ഡോർ സ്പ്രൂസിൻ്റെ ഡോർ നമുക്ക് വാങ്ങണേ. കാരണം നമ്മളിവിടെ അല്ലേ സ്പ്രൂസിലല്ലേ. ഓക്കെ, എനിവേ ഇനി നമുക്ക് മൈൻ ചെയ്യാം. ഡോർ എടുത്തു. അതാ കണ്ടോ ഫസ്റ്റ് അടാ. പിന്നെ അതാ മെയിനായിട്ടൊരു കമൻ്റ് ഉണ്ട്, ബ്രോ കൺട്രോൾസ് ചേഞ്ച് ചെയ്യാൻ സമയമായി. നിങ്ങൾ ഉദ്ദേശം എന്ന് മനസ്സിലായി, സ്പ്ലിറ്റ് കൺട്രോൾ ആക്കാനല്ലേ. പക്ഷേ ഞാൻ ഒരു അൾട്ടിമേറ്റ് നൂബടാ, എനിക്ക് സ്പ്ലിറ്റ് കൺട്രോൾ വെച്ച് കളിച്ചാൻ കഴിയൂലടാ. അതെന്താ എനിക്കറിയില്ല, ഞാൻ അത്രയ്ക്ക് നൂബടാ. എനിക്ക് സ്പ്ലിറ്റ് കൺട്രോൾ വെച്ച് കളിക്കാൻ ഒരു ഇതും കൂടി ഇല്ല. എനിവേ ഇനി നമുക്ക് മൈനിങ് ഏരിയ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കൂടെ 3 സ്റ്റെപ്പ് ഇട്ട് മൈൻ ചെയ്ത് ഇങ്ങനെ പോവാം. നമ്മളതിൽ ടോർച്ച് ഉണ്ട്, ഫുഡ് ഉണ്ട്, വെപ്പൺസ് ഉണ്ട്. ധൈര്യമായിട്ട് പോവാം. ഓക്കെ, നമ്മളെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് നമ്മൾ മൈനിങ് ഏരിയ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് അയണും ഡയമണ്ട് ആവശ്യം. ഇനി മൈൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ കമൻറ്റും നോക്കിയാണ്ട് അങ്ങനെ പോവാം. പിന്നെ അതാ ഒരു കമൻറ്റ് കേട്ടോ, ബ്രോ പിന്നെ FOV ഇച്ചിരി കൂട്ടിയിട്, ഇറ്റ് മേക്സ് യുവർ POV ബെറ്റർ. ഇത് ഉദ്ദേശിച്ച ഈ 360 ആംഗിളിൽ ഈ വ്യൂ മൊത്തത്തിൽ കൂടുതലിട്ടാണോ? ഓക്കെ, ഞാൻ നെക്സ്റ്റ് റെക്കോർഡിങ് ശ്രദ്ധിക്കട്ടോ. പിന്നെ ഓൾറെഡി റെക്കോർഡിങ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇനി എന്തായാലും ഇപ്പോൾ പറ്റൂല. ഓക്കെ, അടുത്തൊരു കമൻറ്റ്, ബ്രോയുടെ വോയിസ് കൊള്ളാം ആൻഡ് ഫസ്റ്റ് ടൈം ഐ സീ യു ബ്രോ. നെക്സ്റ്റ് വീഡിയോ അയൺ ഫാം ഉണ്ടാക്കണം. ഓക്കെ, അയൺ ഫാമൊക്കെ നമുക്ക് ഉണ്ടാക്കാം. എൻ്റെ വോയിസ് കൊള്ളാമെന്നോ? ഞാൻ ഇപ്പോൾ ഒരു പാട്ടോട് പാടും. അതോടുകൂടി ഈ 1K സബ്സ്ക്രൈബേഴ്സ് മൊത്തം അൺസബ്സ്ക്രൈബ് ചെയ്യുന്ന പോലെ കാര്യം അതോളം ഉണ്ടാവുന്നത്. എനിവേ താങ്ക്സ്. ഡീപ് സ്ലൈറ്റ് എത്തിട്ടോ. ലെവൽ 5 എത്തുമ്പോൾ ഡീപ് സ്ലൈറ്റ് എത്തൂലേ? ഓക്കെ, ഇത് അയൺ ഉണ്ട് കേട്ടോ, ഫസ്റ്റത്തെ അയൺ. ഓക്കെ, നമുക്ക് അയൺ ഇഷ്ടം പോലെ ആവശ്യമാണ്. ഓക്കെ, മൊത്തം എത്ര അയണായി? 8ഉം 4ഉം 12 അയൺ. ഇനിയും വേണം 12. ഓക്കെ, ഇനി 12 മാടെ കിട്ടിയാൽ കറക്റ്റ് നമുക്ക് ഫുൾ ബോഡി അയൺ ആക്കാനല്ല അത്രയും അയൺ കിട്ടും. ഓക്കെ, ഫുൾ ആർമർ അയൺ ആക്കാൻ. ഓക്കെ ഓക്കെ, ഇതാ വീണ്ടും അയൺ. ഓക്കെ, എത്ര ഉണ്ടാക്കാം? ഓക്കെ, അത്യാവശ്യം ഉണ്ടല്ലോ. മൊത്തം എത്ര അയണായി? 16ഉം 20 അയൺ. ഇനി 4 അയണും ഇവിടെ കിട്ടിയ അയൺ അത്യാവശ്യമായി. ഓക്കെ, പിക്കാക്സ് പൊട്ടി ചെയ്ത്. ഓക്കെ, ഇതാ വീണ്ടും അയൺ. 17, 18, 19, 20. മൊത്തം എത്ര അയണായി? 20ഉം ഒരു 4 ബാറുണ്ട്. 24 അയണായി. അപ്പോൾ നമ്മൾ അത്യാവശ്യം അയണായി. ഇനി നമുക്ക് വേണ്ടത് ഡയമണ്ട് മാത്രമാണ്. ഓക്കെ, നമുക്ക് 6 ഡയമണ്ടാണ് വേണ്ടത്. കാരണം വെച്ചാൽ എനിക്കൊരു ഡയമണ്ടിൻ്റെ പിക്കാക്സും ഡയമണ്ടിൻ്റെ ആക്സിൻ്റെയും മാത്രമേ ആവശ്യമുള്ളൂ. 6 ഡയമണ്ട് കിട്ടുന്ന വരെ നമുക്ക് മൈൻ ചെയ്യാം. ഓക്കെ, അതുമ്പോൾ കഴിഞ്ഞിട്ട് നമുക്ക് വില്ലേജർ ഔട്ട് പോസ്റ്റ് സെറ്റ് ചെയ്യാം. അവിടെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കറയാതൊന്ന് ചാടിപ്പോടാ. ജസ്റ്റ് മിസ്സില്ല. അതൊക്കെയാ ഇപ്പം തന്നെ ഈ സീരീസും എല്ലാം കയ്യിൽ ഇത്രയും കളിച്ചു വരുന്നത്. ഞാൻ വേഗം പെട്ടെന്ന് മേലക്കോട്ടെ കിക്കാനും വെച്ചാൽ ഈ സൈഡ് കൊണ്ട് മൈൻ ചെയ്യൂല. പേടിച്ച് ഞാൻ പേടിച്ച്. ഓക്കെ, ഇതാ ഡയമണ്ട് ഇടോ. ഡയമണ്ട് ഇട്ടിട്ടുണ്ട്. എത്ര എണ്ണം ഉണ്ടോക്കട്ടെ നമുക്ക്? 1, 2, 3, 4, 5. ഷിറ്റ്, എടാ 6 ഉണ്ട് നമുക്ക് മൈനിങ് നിർത്തിയടാ. 6 ഉണ്ട് നമുക്ക് ഡയമണ്ട് പിക്കാക്സും ഡയമണ്ട് ആക്സും ഉണ്ടാക്കിയിന്. എടാ ഞാൻ ഇതിൽ അൺലക്കിയടാ, 1ൻ്റെ കുറവ്. എനിവേ നമ്മൾ -42 എത്തിയപ്പോൾ നമുക്ക് ഇത്ര ഡയമണ്ട് കിട്ടിയാലോ. നമുക്ക് ഇനി മൈൻ ചെയ്യാം. ഓക്കെ, തന്നെ വീണ്ടും ഡയമണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏകദേശം ഡയമണ്ടായി. ഇവിടെ എത്ര ഉണ്ടോ കേട്ടോ? 1,
2. ഓക്കെ, വിച്ച് ഇസ് ഇനഫ്. നെഗറ്റീവ് വൈ ലെവൽ -49 വരെ ടീബൂസിന് നമുക്ക് ഡയമണ്ടും അയണും എല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ എനിവേ ഇനി നമുക്ക് എന്ത് ചെയ്യാം? 7 അയണായിട്ടുണ്ട്, 21 സോറി 7 ഡയമണ്ട് ആയി, 21 അയണായി. നമുക്ക് മൈനിങ് ഇവിടെ വെച്ച് നിർത്താം. ഇനി നമുക്ക് നമ്മളെ ഭയവും നമ്മളെ വീട്ടിൽ വേണ്ടി നമ്മളെ വെപ്പൺസൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. നമുക്ക് പില്ലേജർ ഔട്ട് പോസ്റ്റ് അറ്റാക്ക് ചെയ്യുമ്പോൾ ഓക്കെ. പിന്നെ ഒരു കമൻറ്റ് ഉണ്ട് കേട്ടോ, ടോട്ടൽ എത്ര ഓക്കെ എന്ന് പറഞ്ഞ് എണ്ണി പറയുന്നവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ്. എടാ ഇവനാടാ ശരിക്കും മനസ്സിലാക്കിയത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഈ ഒരു കമന്റ് ഞാൻ മെൻഷൻ ചെയ്തിരുന്നു, പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല, പക്ഷെ ഇവ ശ്രദ്ധിച്ച്. എനിവേ നൈസ് ആയിട്ട് താങ്ക്സ്. എടാ ഞാൻ ഓക്കെ പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു വേർഡ് പറയുമ്പോൾ അവസാനം ഓക്കെ എന്ന് പറയാതെ അത് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ഒരു കമന്റ് ഉണ്ട്. 30 series and 40 series almost performance sound same till 40-60 difference is 40 series fame generation. ശരി അജി പറഞ്ഞാൽ ശരിയാ. ഈ കമൻറ്റൊക്കെ എങ്ങനെ വരുന്നത് വെച്ചാൽ ഞാൻ അതിന് മുന്നേ കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ ഒരു PC എടുക്കാൻ നോക്കേണ്ടത് പറഞ്ഞു. അപ്പോൾ ഗെയിമിംഗ് PC ആണോ അതോ ലാപ്പ് ആണോ എന്ന് ഇനി അതിൽ ഇതിന് ഇപ്പോൾ ഞാൻ ഗെയിമിംഗ് ലാപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് RTX 4060 വേണ്ട. ഇത് പറഞ്ഞാൽ ശരി ഏകദേശം സെയിം പെർഫോമൻസ് കയറും, പക്ഷേ 4060 അത്ര എന്തായാലും അത് പെർഫോം ചെയ്യൂല. അപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ RTX 40 series തന്നെ ഞാൻ എടുക്കുള്ളൂ. ഓക്കെ ദെൻ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് സ്പ്ലിറ്റ് കൺട്രോൾ മാറ്റേണ്ടി വരും. എനിവേ ഇനി നമുക്ക് എന്ത് ചെയ്യാം? വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പില്ലേജർ ഔട്ട് പോസ്റ്റ് അറ്റാക്ക് ചെയ്യാൻ പോവാം. ഈ പില്ലേജർ ഔട്ട് പോസ്റ്റ് ഇല്ലത് ഇവിടുന്ന് ഏകദേശം ഈ ഒരു ഡയറക്ഷനിലിട്ടില്ല. ഓക്കെ നമുക്ക് ആദ്യം വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കാം. നമ്മളെ ബോഡി ഫുള്ള് ആയണമൊക്കെ എവിടെ 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 ഇത് ആദ്യം ഒക്കെ മെൽറ്റ് ചെയ്യണല്ലേ. ഓക്കെ അയൺ ബാർസ് ആക്കണ്ട. ഓക്കെ ഇനി മെൽറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിൽ കോൾ വേണം. കോളിൻ്റെ അടുത്തുണ്ടല്ലോ. ഓക്കെ കോള് പ്ലസ് അയണ്. ഇനി ഇതൊന്ന് മെൽറ്റ് ആട്ടോ കേട്ടോ, ജസ്റ്റ് വെയിറ്റ്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ വീടിൻ്റെ മേലായിട്ട് നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കണം. നമുക്ക് അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ബാൽക്കണിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് 2 ചെസ്റ്റ് വെക്കാം. ചെസ്റ്റ് എവിടെ? ഓക്കെ ഈ ചെസ്റ്റിൽ നമുക്ക് ആവശ്യമില്ല ബ്ലോക്സ് കാര്യങ്ങളൊക്കെ ആക്കാം. അത് മീൻസ് സ്റ്റോണിൻ്റെ ബ്ലോക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളല്ലോ, ഇതൊക്കെ നമുക്ക് ഇവിടെ ആക്കാം. അല്ല ഈ ചെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇവിടെ കുറേ ചെസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കാം, അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ ഇപ്പോൾ നമുക്ക് പില്ലേജർ ഔട്ട് പോസ്റ്റ് അറ്റാക്ക് ചെയ്യാൻ പോകണ്ടേ. നമ്മൾ അതിനെ മൊത്തം മെൽറ്റ് ആകാൻ നോക്കട്ടെ. ഇനി മെൽറ്റാണ്. ആദ്യം ഹെൽത്തൊക്കെ കാര്യങ്ങളൊക്കെ ശരിയാക്കട്ടെ. പിന്നെ ഇനി ഡയമണ്ടിൻ്റെ വെപ്പൺസ് ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു ഡയമണ്ടിൻ്റെ സോഡിനാണോ ഡയമണ്ടിൻ്റെ പിക്കാക്സിനാണോ കൂടുതൽ ഡാമേജ്? ഓഫ് പിടിച്ചടാ. ഓഫ് ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ ഡയമണ്ടിൻ്റെ പിക്കാക്സിനാണോ ഡയമണ്ടിൻ്റെ സോഡിനാണോ കൂടുതൽ ഡാമേജ്? അത് 1.21 ബെഡ് റോക്കിൽ. ഓക്കെ ഇതിൽ എയിനാണ് കൂടുതൽ ഡാമേജ് എന്ന് പറയും. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നത് ആക്സിനെ ഇക്കാരെന്നാ, അതുകൊണ്ട് ഞാൻ ആക്സ് എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ സ്റ്റിക്കോടെ. ഓക്കെ ഡയമണ്ടിൻ്റെ ഒരു പിക്കാക്സും ഡയമണ്ടിൻ്റെ ഒരു ആക്സും ഇത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ അപ്പോൾ ഇതാ ഡയമണ്ടിൻ്റെ ആക്സ്, ഡയമണ്ടിൻ്റെ പിക്കാക്സ്. സോഡ് വേണം. നമുക്കൊരു അയണിൻ്റെ സോഡ് ഉണ്ടാക്കാം, പക്ഷെ ഇപ്പം നമ്മൾ അതിൽ അയണില്ല. അപ്പോൾ ഇത് മതി. ഇതിന് അല്ലെങ്കിൽ ഇത് തന്നെ എമ്പാടും. പിന്നെ നമുക്ക് നമ്മളെന്തായാലും പില്ലേജർ ഔട്ട് പോസ്റ്റ് പോകുമ്പോൾ ആയിട്ട് നമ്മളെ ദൂരത്ത് നിന്ന് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു ഏരോ വേണം. ബോയും ഏരോയും ഉണ്ടാക്കണം. എൻ്റെ കയ്യിൽ ഓൾറെഡി ഫെതേഴ്സും ഫ്ലിൻറ്റും ഉണ്ട്. എന്താണ് ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണ് വേണ്ടത്? ഏരോ ഉണ്ടാക്കാൻ നമ്മളെ കയ്യിൽ എന്തൊക്കെയാണ് വേണ്ടത്? ജസ്റ്റ് സെർച്ച് ചെയ്ത് കേട്ടോ. ഏരോ, ഫ്ലിൻറ്റും സ്റ്റിക്കും ഫെതറും. ഓക്കെ പിന്നെ ബോ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്? ഓക്കെ ജസ്റ്റ് വെയിറ്റ്. ബോ. അപ്പോൾ സ്പൈഡറിനെ കൊല്ലണം. 3 എന്താ പേര് സ്ട്രിങ് ഉണ്ടെന്നുണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിവേ നൈറ്റ് ആവട്ടെ. ഞാൻ അത് എടാ എന്തൊരു പൊട്ടത്തിനെ കാട്ടിക്കണോക്ക. അതിൻ്റെ ഉള്ളിൽ കൊണ്ടൊരു ഗ്ലാസ് വെച്ചിട്ട് പിന്നെ എങ്ങനെ അത് കത്താൻ? ഇത്രയും നേരം വെറുതെ എട്ടക്കിട്ട് ചെറിയൊരു പൊട്ടത്തിനെങ്ങനെ ഉണ്ടാവും. നമുക്ക് 2 ഫർണസ് ആകാം. അപ്പോൾ കുറച്ചും കൂടെ ഈസിയായിട്ട് പെട്ടെന്ന് ആയിക്കോളൂല്ലോ. ഫർണസ്. ഓക്കെ ഈ ഫർണസ് നമുക്ക് അവിടെ വെക്കാം, ഈ ഭാഗത്താക്കല്ലേ. അധികം സ്ഥലം ഇല്ലാത്തതുകൊണ്ട്, നമ്മളെ ഈ വയബിൽ അധികം സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഇവിടെ ഇരിക്കട്ടെ. കുറച്ച് അയൺ ഇങ്ങോട്ട് പോവാ, കുറച്ച് അയൺ ഇങ്ങോട്ട് പോവാ. ഓക്കെ ജസ്റ്റ് വെയിറ്റ്. ആദ്യം വേണ്ടി ഈ ഇൻവെൻറ്ററി ഒന്ന് ക്ലീൻ ചെയ്തിട്ടോ. ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഇതിക്കാക്കട്ടെ. ഇനി സ്റ്റോണിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. വേണേൽ സോഡ ഉണ്ടെന്ന് നോട്ടെ. ഓക്കെ ഇനി നമുക്ക്
ഇവിടെ ഇടുക. ഇത്ര ഇതോടെ ഉണ്ട. ഇവിടെ 10 ഇവിടെ 9 ആവട്ടെ. അപ്പോൾ സ്പീഡപ്പായിട്ട് കിട്ടിക്കോളും. ഇവിടെ എത്ര ഗോളും വേണ്ട. ഇവിടെ 13 കത്തിക്കോട്ടെ. ആൻഡ് ഇവിടെ 13 കത്തിക്കോട്ടെ. നീ ഇവ നൈറ്റ് ആയാലോ നമുക്ക് സ്ട്രിങ്ങിൻ്റെ ആവശ്യമില്ലേ? നമുക്ക് കൊണ്ട് സ്പൈഡറിനെ കൊന്നാണ്ട് 2 സ്ട്രിങ് എടുത്ത് തരാം. എന്തായാലും നൈറ്റ് ഇങ്ങനെ പുറത്ത് കിടക്കണം എനിക്ക് അധികം ഇഷ്ടമല്ല. കാരണം മൈൻക്രാഫ്റ്റ് നൈറ്റിൽ പുറത്ത് കിടക്കണം അത്ര സേഫ് അല്ല. അല്ല ഒരു ഡയമണ്ട് വെറുതെ വേസ്റ്റ് ആയില്ലേ? കുഴപ്പമില്ല, നമുക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാമല്ലോ. നമ്മളൊക്കെ എത്ര കാലം ടൈം ഉണ്ട് നമുക്ക്. എവിടെ സ്പൈഡർ? എവിടെ സ്പൈഡറിനെ കൊന്നതല്ലേ സ്ട്രിങ് കിട്ടുക? എൻ്റെ അറിവ് വെച്ച് എങ്ങനെയാടോ? ഇഷ്ടം പോലെ സ്കെൽട്ടൺ അവിടെ ആ ഭാഗത്ത് കോട്ട അല്ലേ കാണാം. അവിടെ ഇഷ്ടം പോലെ സ്പൈഡറൊക്കെ. എപ്പം എന്തടേ എന്താ ഫുൾ വെപ്പണൊക്കെ ഇട്ട് സെറ്റ്, ഫുൾ ആർമറൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നില്ല ഗോൾഡിൻ്റെ. ഇവരെ കൊന്നപ്പോൾ സ്കെൽട്ട് മറ്റേ കൊന്ന ബോൺ കിട്ടിയിട്ടോ. ഇനി നമുക്ക് അങ്ങനെ ഒരു പട്ടിനെ കാണാനല്ലേ പെറ്റാക്കാൻ പറ്റും. പക്ഷേ ഈ ഫോക്സിനെ പെറ്റാക്കാൻ പറ്റില്ല. അത് ചടച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒന്നും പാടെ പട്ടിലാരെ ഒന്നും പാടെ ഇഷ്ടം ഫോക്സിന്. പക്ഷേ പെറ്റാക്കാൻ പറ്റില്ല. ഇനി എവിടെ സ്ട്രിങ് ഉണ്ടാക്കണ്ട നമുക്ക്? അതിന് നമുക്ക് ഇതാവശ്യമല്ലേ? സ്പൈഡർ ഓർഡറാ. ക്രീപ്പർ ക്രീപ്പർ ക്രീപ്പർ. എത്ര ക്രീപ്പറാ! ഏറ്റവും ഇഷ്ടപ്പെട്ട മോബ് ഏതാറോ? ക്രീപ്പർ. അവിടെ ഒരു സ്പൈഡർ. എത്ര ഉണ്ട്? വേഗം താടേ. ക്രീപ്പറെ കഥ ബാക്കിൽ. എത്ര കിട്ടി? ജസ്റ്റ് വെയിറ്റ്. എത്ര കിട്ടി? ആകെ 1. അവിടെ ചാവുമ്പോഴേലും നല്ലൊരു ഉപകാരത്തിൽ ചത്തുവിടാൻ എനിക്ക്. ഫുഡ്. ബ്രെഡ് ആൻഡ് എന്താ സുഖല്ലേ? ഓക്കെ, ദൂരത്തൊന്നും അവിടെ കേട്ടോ. ബ്രെഡ് ആൻഡ് ഒറ്റയടിക്കാൻ എത്ര അങ്ങനെ കൂടൊക്കെ. ഇഷ്ടംപോലെ പോകുന്നുണ്ട് ഇവിടെ. എടാ ഒറ്റ ഇതും കൂടി തന്നില്ല. വേറെ കളവൻ. അവിടെ ഒന്നും വേണ്ട. അത് തോന്നുന്നുണ്ട്. എടാ എങ്കിലും താടാ. രണ്ട് സ്ട്രിങ് ഇതാ. എന്നിട്ട് ചത്തോ? എത്ര 2 സ്കെൽട്ടൺ പൊട്ടി. അവിടെ എന്തൊരു ശല്യം ഇതിനെ കൊണ്ടൊക്കെ. മറ്റേതൊക്കെ ഓടിയത്. ഇത് ദൂരം നിന്ന് കാണാണ്ടാകണം. ഓക്കെ, ഇതിനുമ്പാടെ കൊന്ന മിക്കവാറും സ്ട്രിങ് ഇട്ടേക്കാറ്. സ്ട്രിങ് ഇല്ല. ഇതൊക്കെ എന്ത് സ്പൈഡറാടെ? സ്ട്രിങ് ഇല്ലാത്ത സ്പൈഡേഴ്സ്. അവിടെ നിന്ന് അടുത്ത് ക്രീപ്പറും ഉണ്ട്. ഇവിടെ ക്രീപ്പറിന്റെ പെട്ടെന്ന് കിട്ടി. സ്ട്രിങ് ആയി. ഇനി നമുക്ക് എയർ ഉണ്ടാക്കാം. ബോ ഉണ്ടാക്കാം. ഓക്കെ. ഒന്നാമത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കളിക്കാനുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇങ്ങനെ കളിക്കണമെന്ന് വലിയ ബുദ്ധിമുട്ടല്ല. പക്ഷെ ഇന്നെപ്പോലെ ഒരു നൂബിനെ സംബന്ധിച്ചോളേ ഈ നൈറ്റിൽ ഇറങ്ങി ഇങ്ങനെ സർവൈവ് ചെയ്യാൻ ഇത്തിരി റിസ്ക്കില്ല കാര്യം. പിന്നെ ഒരു കമൻറ്റ് ഉണ്ട് കേട്ടോ. ബ്രോക്ക് വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് മൂവി? ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഒരു ഇതുണ്ട്, ഡിസ്കോഡ് ഉണ്ടോന്ന്. ഡിസ്കോഡ് നമുക്ക് ഉണ്ടാക്കണം. എൻ്റെ ഈ ചാനലിൻ്റെ മെയിൻ ഐഡിയയിൽ ഒന്നാണ് ലൈവ് സ്ട്രീം ചെയ്താണ് ഡിസ്കോഡിൽ നിങ്ങൾ വിടുന്ന വീഡിയോസിലൊക്കെ റിയാക്ട് ചെയ്യുക എന്നുള്ളത്. അതൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്യാം. ഓക്കെ, അതൊക്കെ എന്തായാലും ഉണ്ടാവും. ഐ പ്രോമിസ്. എങ്ങനെ പോയാലും നമ്മൾ ഡിസ്കോഡ് സെർവർ അടങ്ങും. ആ സെർവറിന് അതിലെ ആൾക്കാരൊക്കെ വെക്കണം. എല്ലാം പ്ലാനിലുണ്ട്. നമുക്കൊക്കെ ശേഷിച്ച് കുറച്ച് സമയം എന്താ. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യുക? ഇൻവെൻറ്ററി ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ലീപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിന് പോവാം. ഓല അറ്റാക്ക് ചെയ്യാൻ പോവാം. വില്ലേജർ ഔട്ട് പോസ്റ്റ് അറ്റാക്ക് ചെയ്യാൻ പോവാം. ഓക്കെ, ഇനിയിപ്പോൾ എന്താ? ഓക്കെ, ബോക്ക് ഇനി സ്റ്റിക്കും പാടെ ആവശ്യമുണ്ടല്ലേ? സ്റ്റിക്ക്. ഓക്കെ അങ്ങനെ ബോയായി. ഇനി നമുക്ക് ഏരോ വേണ്ടേ? ഏരോ ഫെതേഴ്സും പിന്നെ ഇത് രണ്ടും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീലും ഉണ്ട്, ഫെതേഴ്സും ഉണ്ട്. മാക്സിമം ബോ ഉണ്ടാക്കാം. നമുക്ക് ഏരോ ഉണ്ടാക്കാം. 1 ഇത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. 45 ഏരോയോ? സീരിയസ്ലി? അപ്പോൾ ഓൾ സെറ്റ്. ഇനി നമുക്ക് എന്താ ചെയ്യുക? നമ്മൾ ഇൻവെൻറ്ററി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സ്ലീപ്പ് ചെയ്തിട്ട് ഓല അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ബോയൊക്കെ ആവശ്യമുണ്ട്. സ്വീറ്റ് ബെറീസ് വേണം എടുത്തോ. കാരണം ഹെൽത്ത് ഒരു ഹാർട്ടൊക്കെയാണ് കൂടാണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വീറ്റ് ബെറീസ് യൂസ് ചെയ്യാം. മഡ് ഇത്ര ആവശ്യമില്ല. ഇപ്പോൾ വുഡിന് ആവശ്യമില്ല. ഒന്നും ആവശ്യമില്ല. സ്പ്രൂസിൻ്റെ ഈ ഒരൊറ്റ ഇത് മാത്രം മതി. ഇത് വേണ്ട. ടോർച്ച് ആവശ്യം വരും. ഇനി ഏരോ ഇവിടെ വേണം. പിക്കാക്സ് ഇത് മെയിനായിട്ട് വേണം. പിന്നെ ഷവലുണ്ടായിക്കോട്ടെ. സോഡ് ഉണ്ടായിക്കോട്ടെ. അറ്റാക്ക് ചെയ്യാൻ പോകില്ല എന്തായാലും. ഇനി ഇത് പിന്നെ ഒരു ബെഡിൻ്റെ ആവശ്യമുണ്ട്. ബെഡിൻ്റെ ആവശ്യം എന്തായാലും ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇപ്പോൾ ജസ്റ്റ് സ്ലീപ്പ് ചെയ്യട്ടോ.
ഓക്കെ, ഇനി നമ്മളൊരു വാറിനാണ് പോണേ. വില്ലേജർ ഔട്ട് പോസ്റ്റ് കോൺകർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും നല്ല കളിച്ചാരണം. ഞാൻ മിക്കവാറും അവിടെ എത്തി നിൽക്കാതെ ചാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് സ്പോൺ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ അല്ല ബെഡ് എടുക്കണത്. ഓക്കെ, അവിടെ പാവടാ ആ വില്ലേജറിനെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ അടിച്ചടിച്ച് കൊന്ന്. ഇതിങ്ങനെ ഈ മൈൻഡ് ക്രാഫ്റ്റിന് മനസ്സിലാവണോ? ഞാൻ പറയുന്നത് ഒരു കേൾക്കുണ്ടോ? ഇൻ ഗെയിമിൽ ഇങ്ങനെ കേൾക്കുണ്ടോ? അത് ഞാൻ അന്വേഷിക്കുന്ന സാധനം മാത്രം തരരുത് പറഞ്ഞിട്ട് അത് മാത്രം ഒലിപ്പിച്ചേക്കുണ്ടോ? കണ്ടോ, ഞാൻ ഇവിടെ ബെഡ് അന്വേഷിച്ചിറക്കുമ്പോൾ അത് മാത്രം അവിടെ ഇല്ല. ഓക്കെ, ഒരു ബെഡ് കിട്ടി. എനിവേ ഇനി നമുക്ക് ഫൈറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ വില്ലേജർ ഔട്ട് പോസ്റ്റ് ഈ ഒരു സൈഡിലായിട്ടാ. ഒന്നും കാര്യമില്ല, ജസ്റ്റ് ടൈം ആട്ടെ, അല്ലെ പൊട്ടത്തിനെ കാട്ടി റോങ് ഡയറക്ഷനിൽ പോയിട്ട് വെറുതെ പോയി മുഞ്ചു. ഓക്കെ, ദെൻ ഈ ഒരു ഡയറക്ഷനിലാണെന്ന് എനിക്ക് അതിൻ്റെ അറിയണം. ഓക്കെ, നമ്മുടെ കയ്യിൽ വെപ്പൺസ് ആയിട്ടല്ലേ. ഓ, ഞാൻ അയണിൻ്റെ എന്തൊരു വലിയ പൊട്ടത്തിനെ കാട്ടാൻ നോക്കണം. അയണിൻ്റെ ഇത് ഫുള്ള് ആർമർ ഫുള്ള് അയണാക്കണ്ടേ. ഇതൊക്കെ ആയിണ്ടാവും, അയണൊക്കെ ആയിണ്ടാവും. ഇതിൽ നിന്ന് 16, ഇതിൽ നിന്ന് ആയിട്ടില്ലേ? ഇതിൽ നിന്ന് ആയി. ഇതിലെ കോൾ എടുക്ക്, ഞാൻ ഇതിലും കോളില്ലേ ഉണ്ട്. ഇനി കോള് നമുക്ക് കയ്യിൽ വേണമെങ്കിൽ 10 പിടിക്കുക. അതിനകത്ത് മതി, ബാക്കി അതിൽ നിന്നോട്ടെ. ഇനി നമുക്ക് നമ്മളെ ഇത് മൊത്തം അയണാക്കണം. ഞാൻ ഇതൊക്കെ മറന്നിട്ട് ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോയിക്കണമെന്ന് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, അയണിൻ്റെ ചെസ്റ്റ്, അയണിൻ്റെ ഹെൽമെറ്റ്, അയണിൻ്റെ പാൻറ്റ്, ഇനിയിപ്പോൾ എന്താ അയണിൻ്റെ ഷൂസ് എല്ലാം എടുക്കാമല്ലേ? ഓക്കെ, ഇത് ഓക്കെ. ഇനി കണ്ടോ അയണിൻ്റെ ചെസ്റ്റ് ഓക്കെ ഓക്കെ, ഫാൻറ്റ് ഓക്കെ, ഷൂസ് ഓക്കെ, ഹെൽമെറ്റ് ഓക്കെ, ഓൾ ക്ലിയർ. ഇതാ ഒരു അയൺ ബാർ ബാക്കിയുണ്ട്. അത് നമ്മളെ കയ്യിൽ തന്നെ നിന്നോട്ടില്ല, കാരണം നമ്മളെ ഷീൽഡ് എങ്ങാനും പൊട്ടിക്കഴിഞ്ഞാലോ നമുക്ക് പിന്നെ, കാരണം ഓല് എപ്പോഴും നല്ല രീതിയിൽ കറ്റ് കഴിയും. ഓൾ ക്ലിയർ. ഇനി നമുക്ക് ഓലെടുത്തുക്കോ. ശരിക്കും പറഞ്ഞാൽ ഓല ഒന്നൊന്നായിട്ട് വൈപ്പ് ചെയ്യണം അത്ര സിമ്പിളല്ല, കാരണം വെച്ചാൽ ഓല് ഇത്തിരി ടഫ് ഓപ്പണൻസാണ്. കാരണം ഓല് ദൂരം തന്നെ ഇങ്ങനെ വെറുതെ കിടന്ന് ചോറി ഒന്നായിട്ട് ടോട്ടലായിട്ട് മൊത്തത്തിൽ ഒന്നായിട്ട് നമ്മൾ നോക്കിയാൽ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. പിന്നെ അവർ കമൻറ്റ് ഉണ്ടോ, ബ്രോ നോ ബട്ടൺ റിസോഴ്സസ് ഇടുമ്പോൾ കൺട്രോൾസ് ഓൺ ആക്ക്. ശരിയാ, പിന്നെ ഷെയ്ഡേഴ്സ് ഓൺ ആക്കാനും ഞാനതൊക്കെ ചെയ്യാം. ഇത് പറഞ്ഞതെല്ലാം ചെയ്യാം. ഷെയ്ഡേഴ്സ് ഇടണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഫോണിലൊന്നും ഷെയ്ഡേഴ്സ് ഇട്ടാൽ പെരും ലാഗി കയറാം, അതുകൊണ്ടാണ് അതൊന്നും ചെയ്യാത്തത്. ഷെയ്ഡേഴ്സ് ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നല്ല സ്പെക്കുലർ ഡിവൈസാണ്. ശരിയാണ്, മൈൻഡ് ക്രാഫ്റ്റ് ചെറിയൊരു ഗെയിമാണ്, പക്ഷേ ഷെയ്ഡേഴ്സ് ഇടുമ്പോൾ വലിയ ലെങ്ത്തിൽ വലിയൊരു ഗെയിമായിട്ട് വരും. അപ്പോൾ അതത്ര ഈസി അല്ല. ഓക്കെ, വില്ലേജർ ഔട്ട് പോസ്റ്റ് കുറച്ച് ദൂരെയാണ്, ജസ്റ്റ് വെയിറ്റ്. അവിടെ വില്ലേജർ ഔട്ട് പോസ്റ്റ് കണ്ടോ? അവിടെ കണ്ടോ? അവിടെ ഇതാ. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അതിൻ്റെ മേലെ ഒരു ചെസ്റ്റ് ഉണ്ടാവും, അതിൽ ചില സംഭവങ്ങൾ ഉണ്ടാവും, അത് നമുക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് തന്നെ. പിന്നെ പിന്നെ ബാനർ നമുക്ക് ആവശ്യമാണ്. ഓലൊക്കെ ഒന്നും തെളിയിച്ചണ്ടേ, നമുക്ക് ഇങ്ങോട്ട് നമ്മളെ ഇതിൽ തൂക്കിടാം. ഇതിപ്പോൾ ഒരാളൊക്കെ ചില കാര്യം പുലിനെ കൊല്ലുമ്പോൾ അതിൻ്റെ പല്ലൊക്കെ എടുത്തേക്കൂലേ, ഇവിടെ മേലെ പുലി. അതേപോലെ നമ്മൾ ഓലൊക്കെ ഒന്നിട്ട് പോലെ ബാനർ എടുക്കും. ഓക്കെ, ഓരോരുത്തരായിട്ട് നമുക്ക് പഞ്ഞിക്കിടാം. ഒരു ക്ലോസ് റേഞ്ചിൽ നിന്ന് എടുത്തുകൊണ്ടോ. ഓ, ഇതെന്താ ഈ കേജിൽ? എടാ ഇതെന്താ? ഇത് ഞാൻ ഫസ്റ്റ് ടൈം കാണാം കേട്ടോ. ഇത് നമുക്ക് ഡാമേജ് എന്തെങ്കിലും തരുമോ? അതെന്താ പോലെ ഇതിനെ ഒരു കേജിലിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിക്കണേ? എടാ ഇതെന്താന്ന് എനിക്കറിയില്ല, ഇതിന് അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യട്ടോ. എനിവേ ഇനി നമുക്ക് വില്ലേജസിന് അറ്റാക്ക് ചെയ്യാം. അതാ അവിടെ എടുത്ത് ഫസ്റ്റത്തെ നമ്മൾ ടാർഗറ്റ്. ഓ എടാ, പക്ഷേ ഇവിടെ അധികം നേരം ഫൈറ്റ് ചെയ്തിട്ടും കാര്യം കേട്ടോ, കാരണം ഇപ്പോൾ പെട്ടെന്ന് സ്പോണാവും, ഇഷ്ടംപോലെ അൺലിമിറ്റഡ് ആയിട്ട് സ്പോണാവും. അപ്പോൾ അധികം നേരം ഫൈറ്റ് ചെയ്യാതെ സിമ്പിളായിട്ട് നമുക്ക് അതിന് മേലെ ഇത് ഇപ്പോൾ എന്ത് കിട്ടണം നല്ലത്. ഇതുപോലെ ബാനറൊക്കെ അവിടെ അടുത്ത ഓ അയൺഗോലം. നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ അത് നമുക്ക് അയൺഗോലത്തിനെ തുറന്നിട്ടാൽ ഉപകാരം എന്താ അറിയോ? അയൺഗോലത്തിനെ തുറന്നിട്ടാൽ അയൺഗോലം നമുക്ക് വേണ്ടി ഈ ബലായിട്ട് ഫൈറ്റ് ചെയ്തോളൂ. എന്ത് പറയണേ? അയൺഗോലം ഫൈറ്റ് ചെയ്യട്ടെ. ഓക്കെ, അതൊക്കെ. നെക്സ്റ്റ് ആരാ? ഇതാ അവിടെ എടുത്ത്. ആ ബാനർ. അപ്പൊ ഇവനേക്കാരൻ ലീഡർ. ഈ ബാനറിലെ ആൾക്കാർ ലീഡർ. അവിടെ ഇവനെ എന്താ സ്പെല്ല് കിട്ടി? എന്താ സ്പെല്ല്? എന്താ പേരില്ലാത്ത സ്പെല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? മേലക്ക് പോയേക്കാം. ഇതെന്താ വൂളൊക്കെ വെച്ചാണ്ട് ഇഷ്ടംപോലെ സംഭവം ഉണ്ടല്ലോ അവിടെ. ഓ, കുറെ ആൾക്കാരനൊക്കെ ഉണ്ട്. വേറെ മടങ്ങുന്നു കേട്ടോ. ജസ്റ്റ്
ഓ നമ്മൾ ഈ ഏരോയും പോയെന്ന് യൂസ് ചെയ്തില്ലേ? ഓ ഓ ഇഷ്ടംപോലെ വട 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 ഇവിടെ അടുത്ത് ടോട്ടൽ മൊത്തത്തിൽ അങ്ങനെ ചെയ്യണ ബുദ്ധിയല്ല. കാരണം സിമ്പിളായിട്ട് കൊല്ലും. അതാ ഇപ്പോൾ തന്നെ കൊല്ലുന്നുണ്ട്. നമുക്ക് കുറച്ച് ദൂരത്തേക്ക് വണ്ടി പോകേണ്ട ആവശ്യം കേട്ടോ. കാരണം ബലപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്യണ ബലപ്പോൾ ഒരിക്കലും ബുദ്ധിയല്ല. പിന്നെ നമുക്ക് നമ്മൾ റീസ്പോൺ പോയിന്റ് ഇവിടെ എടുത്തായിട്ട് സെറ്റ് ചെയ്യാം. ജസ്റ്റ് ഫോർ എ മിനിറ്റ്. ഓക്കെ, അത് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യണോ? നമ്മൾ ഇവിടുന്ന് ചാവോ? ഇല്ലല്ല, നമ്മൾ ചാവില്ല എന്നുള്ള കോൺഫിഡൻസ് തന്നെ നമുക്ക് കളിക്കല്ലേ. ഓഫ്, തോന്നുന്നില്ല മോനെ. ആ ബ്രെഡ് കൊണ്ടാണ് അവൻ അടിക്കണം. ഐ ഓഫ്. ഇനി നമുക്ക് മേലക്കോട്ടെ. ഇനി ഇവിടെ അധികം നേരം വെയിറ്റ് ചെയ്തിരുന്ന കാര്യമില്ല. ഇനി മേലക്ക് കയറുന്ന സമയത്ത് ഏത് സമയത്തും ഇങ്ങനെ മുന്നിൽ കയറി വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ അയൺകോണത്തിൽ തുറന്നിട്ടാണല്ലോ. അയൺകോണത്തിനായിട്ട് ഏറ്റവും ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ സുഖമായി. അവിടെ പോലെ ഓക്കെ, അതിനുള്ളിൽ കയറട്ടെ. ഇനി കയറുന്ന സ്പോണ സമയത്ത് എപ്പോൾ ആണെങ്കിലും വെയിറ്റുകൾ വരാം കേട്ടോ. ഇവിടെ അല്ല, അവിടെ ഇച്ചിരി കൂടെ സ്പോൺ ആവണ്ടുള്ള സാധാരണ. ഇവിടെ ഇല്ല, ഇത് അവിടെ എടുത്ത്. ഓ, ബാനറും പിടിച്ചാണ്ട് വാ വാ. ഓക്കെ, അതാ അതിലുള്ള ചെസ്റ്റ്. അതൊന്നും ഇതിനുള്ളിൽ, ഇതൊക്കെ ഇപ്പൊ ഇതിനുള്ളിൽ. ഞാൻ അതിൽ കൂടുതലൊക്കെ പ്രതീക്ഷിച്ചു. ആകെ 2-3 ക്യാരറ്റും കുറച്ച് വീറ്റൊക്കെ. ഷിറ്റ്. എനിവേ ഇരിക്കട്ടെ. വീറ്റൊക്കെ എന്തായാലും നമുക്കിപ്പോൾ വീറ്റിൻ്റെ ആവശ്യം. ഇതെന്താ ഗോട്ട് ഹോണോ? ഇതിൻ്റെ യൂസ് എന്താ? ഇതെന്താ എനിക്ക് മനസ്സിലായില്ല. ഇത്ര ആട് വളിട്ട പോലെ എനിക്ക് തന്നെ തോന്നിയത്. എനിവേ നമുക്ക് കയ്യിലെടുക്കാം. നമുക്ക് ബാനർ കിട്ടിയില്ലേ? ബാനറും കിട്ടി. നമ്മളെ ഏകദേശം ബല അങ്ങനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏതായി വന്നേ? ഓക്കെ, ഇതായി. ഓക്കെ, ഇനി നമുക്ക് നൈസിൽ വന്ന് രക്ഷപ്പെടാം. എന്നാലും നമുക്ക് കിട്ടേണ്ടത് കിട്ടിയല്ലോ. കണ്ടോ, ഓല് ഇവിടെ ഇഷ്ടം പോലെ കിടന്ന് സ്പോണാവും. ഞാൻ ഏത് വഴി വന്നു? ഓക്കെ, ഇതുവഴി തന്നെയല്ലോ ഒന്ന്. നമ്മൾ ഏത് വഴി വന്ന്? ഇതുവഴിയല്ലേ? ഓക്കെ, നമ്മൾ ഇതുവഴി തന്നെ. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ വീട്ടിൽ പോകട്ടോ. നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞ എല്ലാ മിഷൻസും അന്ന് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതെങ്കിലും കമൻസ് ഉണ്ടോ? കണ്ടിന്യൂ ദിസ് സീരീസ് ഫോർ ഷുവർ, എന്തായാലും. കാരണം ഈ ഒരു സീരീസിന് കിട്ടിയിട്ടുള്ള സപ്പോർട്ട്, ഐ മീൻ ഈ ഒരു ഒറ്റ വീഡിയോ തന്നെ 100-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത്രയും ആൾക്കാർ ഇതിൽ ഇൻട്രസ്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സീരീസ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതിനുമായിട്ട് സീരീസ് തുടർന്ന് കാണുന്നതിലേക്ക് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഞങ്ങൾ കെമിക്സ് പറഞ്ഞ സെർവർ തുടങ്ങിയായിരുന്നോ? ഞാൻ യൂട്യൂബർ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അതിൽ സുതിയണ്ണനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം എനിക്ക് മനസ്സിലായി അത് സെർവർ എന്തായാലും വീഡിയോസ് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ആൾക്കാർ എന്തായാലും ഇൻട്രസ്റ്റ് ഉണ്ടാവും. കാരണം സുതിയണ്ണനും കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ സെർവറിൽ വ്യൂവർഷിപ്പ് ഉണ്ടാവില്ല. ഞാൻ ചില ആൾക്കാരൊക്കെ അതിൻ്റെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ആരൊക്കെ പ്ലേയേഴ്സും കൂടി മനസ്സിലാവില്ല. പിന്നെ എന്തൊക്കെയാണ് ഇൻസ്റ്റാഗ്രാമിൽ നടക്കണേ? ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ എന്താ ട്രെൻഡിങ് ആരോ എന്തോ ഒരുപാട് കുറേ മീനുകളൊക്കെ കരക്കടിയ, ഇത് എന്തോ ലവ്യാത്തൻ എന്തൊക്കെ വരണം, എനിക്ക് മനസ്സിലായില്ല. അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരുണ്ടെന്നുണ്ട് കമൻറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ ബാനർ, ഇതിൻ്റെ ബാനർ നമുക്ക് ഇവിടെ വെക്കാം. നമുക്ക് പോലെ കൊന്ന് നമുക്ക് തെളിയിക്കണ്ടേ? നമുക്ക് ഇതിൻ്റെ ബാനർ എടുത്താണ് നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, അവിടെ കേട്ടെ ബാനർ, അവിടെ കേട്ടെ. എനിവേ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്ര കാര്യങ്ങളൊക്കെ ഇല്ലേ. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു വിട്ടോ? ഞാൻ ഫുൾ ബോഡി അയണാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ മൈനിങ് ഏരിയ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മൈനിങ് ഏരിയ ഉണ്ടാക്കി. പിന്നെ പില്ലേജർ ഔട്ട് പോസ്റ്റ് അറ്റാക്ക് ചെയ്യുന്നു പറഞ്ഞു. പില്ലേജർ ഔട്ട് പോസ്റ്റ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഡയമണ്ടിൻ്റെ വെപ്പൺസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഡയമണ്ടിൻ്റെ വെപ്പൺസ്, ഡയമണ്ടിൻ്റെ പിക്കാക്സും ഡയമണ്ടിൻ്റെ ആക്സും ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ബോയോ ഏരോ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 3 വരും. എനിക്കറിയാം ഇതിപ്പോൾ ഞാൻ വൺസിൻ്റെ വീക്ക് വീഡിയോ എന്ന് പറഞ്ഞു. ഏസ് നിലയിൽ 8 OBs ഒക്കെ ഉണ്ടാവും, ലേറ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും വീഡിയോ ഒന്നും. ഓക്കെ, ദെൻ ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 3 വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ പോയിട്ട് കടന്നുണ്ടോ? സത്യം പറഞ്ഞു എനിക്ക് ഒന്നാമത് ചന്തി വരുത്താണ് ഇവിടെ ഇരുന്നിരുന്ന്. എൻ്റെ കാലിൽ ഇവിടെ ആകെ പോയി വന്നു കേട്ടോ. എനിവേ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ കാണാം. And അതുവരേക്കും ഗുഡ് ബൈ. നാളെ അല്ല, നെക്സ്റ്റ് വീക്ക്. ഓക്കെ, അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.